ഇന്ന് വീണ്ടും സ്വർണ്ണത്തിന് വില കൂടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 50 രൂപയാണ് കൂടിയിട്ടുള്ളത്. 11,865 രൂപയായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രദീപ്, ഇന്നിപ്പോൾ എങ്ങനെയാണ് സ്വർണത്തിന്റെ വില? പവന് ഇപ്പോൾ 94,920 രൂപ എത്തിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഈ വാരത്തോടുകൂടി നമ്മൾ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ 1 ലക്ഷത്തിലേക്ക് വില പോകുമെന്ന് ഏകദേശം നമുക്ക് തീരുമാനിക്കാറായിട്ടുണ്ടല്ലേ? ഇന്നലെ സ്വർണ്ണവില കയറിയും ഇറങ്ങിയും വീണ്ടും കയറിയുമായിരുന്നു. ഇന്ന് 2 തവണയായി ഗ്രാമിന് 100 രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പവന് 800 രൂപ വർദ്ധിച്ച് 94,920 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് വില. അതേസമയം നികുതികൾ, ഹാൾമാർക്കിംഗ് ചാർജ്, പണിക്കൂലി എല്ലാം ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഫെഡറൽ റിസർവിന്റെ തലവൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് സ്വർണ്ണവില കൂടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിൽ സ്വർണ്ണത്തിന് ഡിമാൻഡ് കൂടി വരികയാണ്. അതായത് ദീപാവലിയോടനുബന്ധിച്ച് സ്വർണം കൂടുതൽ വാങ്ങുന്ന ഒരു പതിവുണ്ട്. അതുകൂടാതെ ഉത്തരേന്ത്യയിൽ വിവാഹ സീസണാണ്. അങ്ങനെ രാജ്യത്ത് പൊതുവിൽ കൂടുതൽ സ്വർണം ആവശ്യമായി വരുന്നുണ്ട്. ഇതും സ്വർണ്ണവില കൂടുന്നതിനൊരു കാരണമാണ്. മറ്റൊന്ന്, അമേരിക്ക ചൈന വ്യാപാര യുദ്ധമാണ്. മാത്രമല്ല ചൈനയുടെ വാങ്ങൽ ശേഷി ഉയർന്നിട്ടുമുണ്ട്. ഇതൊക്കെ സ്വർണ്ണവില കൂടാനുള്ള പ്രധാന കാരണങ്ങളൊന്നാണ്. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്കാണ്. ഇന്ന് രാവിലെ ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് 88.22 ആയിരുന്നു. ഇത് അല്പം കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇതെല്ലാമാണ് സ്വർണ്ണവില കൂടാനുള്ള പ്രധാന കാരണങ്ങൾ. ഇങ്ങനെ പോയാൽ പറഞ്ഞതുപോലെ ഒരു പവൻ സ്വർണ്ണത്തിന് 1 ലക്ഷം രൂപ എന്ന നിലയിലെത്താൻ അധികം വേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.